മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ രോഗികളായി കിടപ്പുള്ളവരുണ്ട്. ഡെങ്കി വന്നുകൊണ്ട് അഡ്മിറ്റായവരുണ്ട്. അടുത്ത ദിവസം ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നബി തങ്ങൾ വഫാത്താകുന്ന ആ ഒരു സമയത്തും ഉമ്മത്തുകളായ നമ്മെക്കുറിച്ചാണ് നബി തങ്ങൾ ചിന്തിക്കുകയും നമ്മുടെ പരലോക വിജയത്തിന് എന്തെല്ലാം നിർവഹിക്കണം എന്നതിനെക്കുറിച്ചാണ് നബി തങ്ങൾ ആ സക്കറാത്തിൻ്റെ സമയത്ത് പോലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ചെറിയ രീതിയിൽ നാം വിശദീകരിക്കുകയുണ്ടായി. റബീഉൽ അവ്വൽ 12-നാണ് നബി തങ്ങൾ ജനിച്ചത് എന്നതുപോലെ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതും റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ്, പ്രബലമായ അഭിപ്രായ പ്രകാരം. ഇതിൽ രണ്ടിലും വീക്ഷണ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ടെങ്കിലും പ്രബലമായിട്ടുള്ളത് ജനിച്ച അതേ ദിവസം തന്നെയാണ് നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതും എന്നതാണ്. ഈ നബിദിനത്തെ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്ന നമ്മുടെ സംഘടനയിലുള്ള ആളുകൾ പലപ്പോഴും ഈ ഒരു വിഷയം പറയാറുണ്ട്. നബി തങ്ങൾ വഫാത്തായ അന്ന് തന്നെയല്ലേ ജനിച്ചത്, അന്ന് പിന്നെന്താണ് നിങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്ന് പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു ദുഃഖാചരണം അത് 3 ദിവസത്തേക്കാൾ കൂടുതൽ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളാണെങ്കിലും അയൽപക്കത്തുള്ളവരാണെങ്കിലും ബന്ധപ്പെട്ടവരാണെങ്കിലും ശരീഅത്തുൽ ഇസ്ലാം ദുഃഖാചരണത്തിന് 3 ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. തഅസിയത്ത് എന്നാണ് അതിന് പറയുക. ഈ തഅസിയത്ത് 3 ദിവസം ആ മരിച്ച വീട്ടിലുള്ള ആളുകളെ പോയി ആശ്വസിപ്പിക്കുക, അവരുടെ കുടുംബങ്ങളെ, മരിച്ച വ്യക്തിയുടെ കുടുംബങ്ങളെ പോയി ആശ്വസിപ്പിക്കുക 3 ദിവസം. ഈ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ ഒരു കർമ്മമല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ആരും തന്നെ ആ രീതിയിലുള്ള ഒരു ദുഃഖാചരണം നമുക്ക് പരിചയപ്പെടുത്തി തരാത്തത് കൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ അതിൽ പോവാത്തത്. പിന്നെ നമ്മുടെ പിതാക്കന്മാരാണെങ്കിലും വീടുകളിലൊക്കെ നമ്മൾ ആണ്ടറുതി നടത്തും. ആണ്ട് നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുടുംബങ്ങളെയൊക്കെ വിളിക്കും. ആ മരിച്ചുപോയ വ്യക്തിയുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ വിളിക്കും. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ ഉസ്താദുമാരെ വിളിക്കാൻ പറ്റാവുന്നവർ അങ്ങനെ വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി, മൗലിദ് ഓതി ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും. ഇതാണ് നമ്മൾ നടക്കുന്ന ആണ്ട്. അത് തന്നെയാണ് റബീഉൽ അവ്വൽ 12-ന് നമ്മൾ നടത്തുന്നത്. ആണ്ട് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി മൗലിദ് ഓതി, യാസീൻ ഓതി, ദുആ ചെയ്ത്, നബിതങ്ങൾക്ക് ഹദിയ ചെയ്ത്, നബിതങ്ങളുടെ പേരിൽ ഭക്ഷണ വിതരണം ചെയ്ത്, ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സന്തോഷ പ്രകടനം എന്നുള്ളതും ദുഃഖാചരണം എന്നുള്ളതും രണ്ടും 2 രീതിയിലാണ് മഹാന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ ജനിച്ച ദിവസം തന്നെയല്ലേ വഫാത്തായതും, അന്ന് എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന ആ ഒരു ചോദ്യം അതിന് പ്രസക്തിയില്ല എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. കാരണം ദുഃഖാചരണം 3 ദിവസത്തേക്കാൾ കൂടുതൽ പാടില്ല. എന്നാൽ സന്തോഷം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഏത് കാലത്ത് സന്തോഷമുണ്ടായാലും ആ സന്തോഷത്തിന് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഹറാമായി അല്ലെങ്കിൽ കുറ്റകരമായി കൽപ്പിക്കാത്ത, ഹലാലാക്കിയ, അനുവദിച്ച, സുന്നത്താക്കിയ
പ്രവർത്തിച്ചാൽ കൂലി കിട്ടുന്ന ഏതൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അവൻ ആ സന്തോഷത്തിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന് മഹാന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നു. അപ്പൊ എന്തോ ആവട്ടെ, നബിതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ച് വീണ അതേ ദിവസം തന്നെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതും. അത് വല്ലാത്തൊരു രംഗമാണ്. വിശാലമായി അത് നമുക്ക് ചർച്ച ചെയ്യാൻ ഇപ്പം സമയമില്ല, അതുകൊണ്ട് അതിൻ്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സ്വഹാബിമാർക്ക്. ഒരുപാട് സ്വഹാബിമാർ നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ ബോധരഹിതരായി വീടുപോയി. 3-4 സ്വഹാബിമാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. നബിതങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ ആ സ്പോട്ടിൽ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയതായ സ്വഹാബിമാരുണ്ട്. ഏറ്റവും ധീരരായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ സ്വബോധം നഷ്ടപ്പെട്ട ഒരാളെ പോലെ പെരുമാറി. എന്തിനധികം മഹാനവരുടെ കൈവശമുണ്ടായിരുന്ന വാള് ഊരിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ഈ വാള് കൊണ്ട് ശരിയാക്കും എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. ഇങ്ങനെ ധീരന്മാരായ സ്വഹാബിമാരും അല്ലാത്തവരുമൊക്കെ ബേജാറായി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ നബിതങ്ങളുടെ ഈ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ധീരതയോടെ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാനവറുകളെ എപ്പോഴും ഒരു സൗമ്യശീലനായി, നബിതങ്ങളുടെ അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഒരാളായി, ഒരു ധീരതയുടെ ഒരു പര്യായമായിട്ട് നമ്മൾ അവതരിപ്പിക്കാറില്ല. എന്നാൽ ശരിക്കുള്ള ധീരത എന്ന് പറയുന്നത് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാവർക്കും സ്വീകാര്യയോഗ്യമായ രീതിയിൽ എടുക്കാൻ കഴിയുകയും വളരെ അശാന്തരായിട്ടുള്ള അനുയായികളെ ശാന്തരാക്കാൻ കഴിയുക എന്നുള്ളതും ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഒരു സാഹചര്യത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ് സ്വഹാബിമാരോടെല്ലാം. സൂറത്തു ആലി ഇംറാനിന്റെ 134-ാമത്തെ ആയത്ത് നബിതങ്ങൾ വഫാത്തായത് ഉൾക്കൊള്ളാൻ കഴിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന സ്വഹാബിമാരുടെ മുന്നിലേക്ക് ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. നബിതങ്ങളുടെ മുമ്പും ഇതേപോലെ ദൂതന്മാർ ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. ആ നബിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയോ നബിതങ്ങളെ ശത്രുക്കളെ കൊണ്ട് വധിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടിക്കളയുകയാണോ ഈ മതം വിട്ടേച്ചുകൊണ്ട്? ആരെങ്കിലും നബിതങ്ങൾ വഫാത്തായി, നബിതങ്ങളില്ല എന്നതിന്റെ പേരിൽ അവൻ വിശ്വസിച്ച ഈ ആദർശത്തിൽ നിന്ന് അവൻ ഓടിപ്പോവുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലാഹുവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവന് തന്നെയാണ് അതുകൊണ്ടുള്ള പ്രയാസം പരലോകത്തുണ്ടാവുക. എന്നാൽ നന്ദി ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല പരലോകത്ത് പ്രതിഫലവും ചെയ്യും എന്നർത്ഥമുള്ള ഈ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ മുഅ്മിനീങ്ങളും ശത്രുക്കളും തമ്മിലുള്ള ആ ഒരു സംഘട്ടനം നടക്കുമ്പോൾ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ യുദ്ധത്തിന് താല്പര്യമില്ലാതെ പേരിന് മാത്രം മുസ്ലിമായി ഉള്ളിൽ വിശ്വാസമില്ലാതെ നബി തങ്ങളുടെ കൂടെ പോന്നിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവും അദ്ദേഹത്തിന്റെ അനുയായികളും യുദ്ധത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി വിളിച്ചു പറഞ്ഞു പരത്തി. ഇത് കേട്ടപ്പോ യുദ്ധത്തിന് വന്ന മുനാഫിക്കുകളായ ആളുകളെല്ലാം പിന്തിരിഞ്ഞോടി. ഇത് കണ്ടപ്പോ കുറെ മുഅ്മിനീങ്ങളായ സ്വഹാബിമാരും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടി.
ഇത് കണ്ട ശത്രുക്കളിൽ ചിലർ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവിതായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്, നിങ്ങളുടെ നേതാവ് തന്നെ പോയില്ലേ എന്ന രീതിയിൽ സ്വഹാബിമാർ അധിക്ഷേപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതിക്കൊടുത്ത ആയത്താണിത്. എന്താ ആയത്തിന്റെ ആശയം? അതാണ് ഈ സന്ദർഭം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ. മുൻകാലങ്ങളിൽ വന്നതുപോലെ വിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ഒരു ദൂതരാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വന്ന മുൻകാല പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകൾ ശത്രുക്കളാൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ദൂതന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതോടുകൂടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആശയം ഇല്ലാതെയാകും എന്ന് നിങ്ങൾ ധരിക്കരുത് എന്ന ആശയം വരുന്ന ഈ സൂറത്ത്, ഈ ആയത്തോതിക്കൊണ്ട് ആ സ്വഹാബിമാരെ എല്ലാവരെയും ശാന്തരാക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി, മറ്റു സ്വഹാബിമാരും ശാന്തരായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ഒരു ഉജ്ജ്വല പ്രഭാഷണം നടത്തുകയാണ്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ ആ നബി ഇതാ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അതല്ല, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹുവിന് മരണമില്ല, അല്ലാഹുവിന് ജനനമില്ല. ലാ തഖുദുഹു സിനതു വലാ നൗം. ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കാത്ത, മരിക്കാത്ത, എന്നെന്നും നിലനിൽക്കുന്ന, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരാളും ഒരു നിലക്കും ഒരു തുല്യനും ഇല്ലാത്ത നിലക്കുള്ള ശക്തി അത് നമ്മെ സൃഷ്ടിച്ച അല്ലാഹു മാത്രമാണ്. അല്ലാഹു എന്നെന്നും നിലനിൽക്കും ജനങ്ങളെ, അല്ലാഹു എന്നെന്നും നിലനിൽക്കും ജനങ്ങളെ. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്, നമ്മുടെ വണങ്ങൽ അല്ലാഹുവിനാണ്, നമ്മുടെ കീഴ്പ്പെടൽ അല്ലാഹുവിനാണ്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനാണ്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ദൗത്യവുമായി വന്നതാണ് പ്രവാചകർ. ആ പ്രവാചകർ ഇതായി ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന സത്യം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിമാരെ ഓതി കേൾപ്പിച്ചവരെ ശാന്തരാക്കുകയാണ്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഭരണാധികാരിയായി അല്ലാഹു തആലാന്റെ ഹബീബ് സൂചന കൊടുത്തതനുസരിച്ച് സ്വഹാബിമാർ തന്നെ തീരുമാനമെടുക്കുകയാണ്. സന്നിഗ്ധ ഘട്ടത്തിൽ ആളുകളെ ചിന്നിച്ചിതറിപ്പിക്കാത്ത നല്ല രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല ഇവിടെ തോന്നിപ്പിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അത് വല്ലാത്തൊരവസ്ഥയാണ്. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആരെങ്കിലും ഈ ലോകത്ത് ശാശ്വതരായി എന്നെന്നും നിലനിൽക്കുമായിരുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബ് നിലനിൽക്കുമായിരുന്നു. നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ മനുഷ്യരെ നിങ്ങളെല്ലാവരും വിട പറഞ്ഞു പോവാനുള്ളവരാണ്, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് പോവാനുള്ളവരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും അത് മരണത്തെ രുചിച്ചു നോക്കും. ഖുർആൻ പറയുന്ന മറ്റൊരു ഭാഗം ബി അയ്യി അർളിൻ തമൂത്ത്. ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ നീ മരണപ്പെടുമെന്ന് ഒരാൾക്കും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ അപ്പൊ ജീവിക്കുന്നവരാണ്. എങ്ങനെയാണ്, എവിടെ വെച്ചാണ് മരിക്കുക ഒരാൾക്കും അറിയില്ല. നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊതുക്കി നമ്മൾ ജീവിക്കുന്നതിനിടയിലായിരിക്കാം നമ്മുടെ മരണം സംഭവിക്കുന്നത്. നമുക്കറിയാലോ, ഈ അടുത്ത് 72-73 ദിവസത്തോളമായി ആ പുഴയിൽ പോയിരുന്ന ആ സഹോദരനെ തിരച്ചിൽ നടത്തി. ഇപ്പൊ അദ്ദേഹത്തിനെ കിട്ടി, ഡെഡ് ബോഡിയാണ് കിട്ടിയത്.
എന്നാൽ ആ കിട്ടിയ സമയത്ത് നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ മോന് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ച കളിപ്പാട്ടങ്ങൾ, അദ്ദേഹം പാകം ചെയ്തിരുന്നതായ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ, അതെല്ലാം അവിടെയുണ്ട്. അവിടെയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പാകം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ആ ഭക്ഷണത്തിന്റെ കലങ്ങളുമൊക്കെ അവിടെയുണ്ട്. അതിന് വല്ലാതെ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ 72 ദിവസമായപ്പോഴേക്ക് ആ മനുഷ്യന്റെ അവസ്ഥ എന്തായി എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഇവിടെയും നമുക്ക് പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. നമ്മുടെ ആയുസ്, നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ അവശേഷിക്കുന്നത് എന്തായിരിക്കും? എന്തിനാണ് നമുക്ക് ഈ വാശി? എന്തിനാണ് ഈ പക? എന്തിനാണ് ഈ തന്നിഷ്ടത്തോടുകൂടെയുള്ള ജീവിതം? എന്തിനാണ് ഈ ഹറാമുമായിട്ടുള്ള എൻ്റെ ജീവിതം? ഇന്ന് ഞാൻ അങ്ങ് മരിച്ചാൽ എന്താണ് എനിക്ക് ഉണ്ടാവുക എന്ന ഒരു തിരിച്ചറിവ് നമ്മൾ അതിലേക്ക് കൊടുക്കുക. നൊമ്പര കാഴ്ചയാണ്. കൊച്ചിന് കൊടുക്കാനുള്ള കളിപ്പാട്ടങ്ങൾ ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നു. വല്ലാത്ത ഒരവസ്ഥയാണ്. നമുക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടവുമായി വീട്ടിലേക്ക് പോകുന്ന ഒരു പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ കളിപ്പാട്ടം വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. എവിടെ വെച്ച്, എങ്ങനെ, ഏത് രാജ്യത്ത് മരിക്കും എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഒരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ജനങ്ങളെ, നമുക്കൊക്കെ കുറഞ്ഞ ആയുസ്സമേ ഉള്ളൂ. ഈ ആയുസ്സിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായി അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. 5 വക്ത് നിസ്കാരങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കണം. നിങ്ങൾ കുടുംബങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. അയൽപക്കക്കാരോട് നല്ല രീതിയിൽ പെരുമാറണം. കച്ചവടത്തിലും ബിസിനസ്സുകളും ഏർപ്പാടുകളിലും നിങ്ങൾ കള്ളത്തരം ചെയ്യരുത്. പലിശയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോവരുത്. നിങ്ങൾ നല്ലവരായി ഭൂമി ലോകത്തുള്ള ഒരാളോർക്കും ഒരു ഉപദ്രവമില്ലാത്ത ജീവിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന സന്ദേശമാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മോട് പറയുന്നത്. അതല്ലാത്ത പക്ഷം നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചാൽ നബിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിട പറയാനുള്ളതാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്നുകൂടെ വിശുദ്ധ ഖുത്ബയിലൂടെ നമ്മോട് സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെ ആകെ കറങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ രാഷ്ട്രീയം പറയല്ല, വല്ലാത്തൊരവസ്ഥയാണ്. ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു കാലം. ഒരു ഹദീത്ത് ഉണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ ലോകത്ത് നിങ്ങളുടെ നേതാക്കന്മാർ നല്ലവരാവുകയും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടിയാലോചനയിലൂടെ നിങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾ മരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഭൂമി ലോകത്ത് ജീവിക്കലാണ്. ഇനി നേരെ തിരി, നിങ്ങളുടെ നേതാക്കന്മാർ മോശപ്പെട്ടവരാവുകയും കൂടിയാലോചനയില്ലാതെ തന്നിഷ്ടത്തോടുകൂടെയാണ് ആ നേതാക്കന്മാർ പെരുമാറുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. എന്നാൽ ആത്മഹത്യ എന്നല്ല, അത്രയും ദുസ്സഹമായിരിക്കും ജീവിതം എന്നാണ്. ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ മഹല്ല് സംവിധാനത്തിലേക്ക്, അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ നമ്മുടെ രാജ്യത്തിലേക്ക്, ഏത് അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളും ഈ ഹദീസ് മനസ്സിലാക്കണം. എന്താ ഹദീസിന്റെ സാരാംശം? വളരെ അർത്ഥവത്തല്ലേ? നേതാക്കന്മാര് നല്ലവരാവുക എന്ന് വെച്ചാൽ തന്റെ അനുയായികൾക്ക് ഗുണം ചെയ്യുന്ന നേതാക്കന്മാരാവുക. ആവശ്യങ്ങൾ, സാഹചര്യങ്ങൾ, അത് കൂടിയാലോചനയിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരാവുക. ഇത് നല്ല ബോധ്യമുള്ള മനസ്സുള്ള ആളുകൾക്ക്, നേതാക്കന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും വാർത്തകളുമൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് നമ്മൾ വിനിയോഗിക്കുക? ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ നാമം പോലും അഡ്രസ് ചെയ്യപ്പെടുകയാണ് മോശമായി. ഇപ്പോൾ നമുക്കറിയാം, ഈ 72 ദിവസമായി ആ കർണാടകയിൽ ആ പുഴയുടെ പരിസരത്ത് മനാഫ് എന്ന് പറയുന്ന ആ സഹോദരൻ എല്ലാവരും ഉപേക്ഷിച്ചു പോന്നപ്പോഴും അദ്ദേഹം അവിടെ തന്നെ നിന്ന് ഒരുപാട് അധ്വാനിച്ചു. അതിന്റെ പേരിൽ, ആ മനുഷ്യന്റെ പേര് മനാഫ് എന്നായതിന്റെ പേരിൽ എന്തെല്ലാം വർഗീയമായ പ്രചരണങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുവന്നത്. വല്ലാത്തൊരു ലോകമാണ്.
ചില ജില്ലകളിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ കേസ് കൂടുന്നതിന് വേണ്ടി നിരന്തരം എല്ലാത്തിനും കേസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാം മുഅ്മിനീങ്ങളെ, മുസ്ലിം നാമധാരയെപ്പോലും ക്രൂശിക്കുന്ന രീതിയിൽ ഇന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇതിലൊന്നും അശ്രദ്ധരാകരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് മുസ്ലിമായി ജീവിക്കുക, നല്ല മുസ്ലിമായി നമ്മൾ ജീവിക്കുക. ആ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലൂടെയും അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിലൂടെയും നമ്മൾ നീങ്ങിപ്പോവുക. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഒന്നാമത് വേണ്ടത് അള്ളാഹുവിന് നമ്മൾ കീഴ്പ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന് നമ്മൾ കീഴ്പ്പെട്ടാൽ വേറെ ഒരാൾക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതൊരു സത്യമാണ്. കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവാന്ന് തോന്നും. ഇതങ്ങോട്ട് വിട്ടാൽ നമ്മുടെ ഇഷ്ടം പോലെയുള്ള ജീവിതമാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഇതിലും വലുത് ഈ ലോകത്ത് ഇനിയും നമുക്കൊരുപാട് വരാനുണ്ട്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ് നമുക്ക് വളരെ ചുരുങ്ങിയതാണ്. വളരെ തുച്ഛമായ ആയുസിന്റെ ആളുകളാണ് നമ്മൾ. ഈ കാലയളവിൽ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ലവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ